സ്വപ്നദർശനത്തെ പറ്റിയാണ് നാം പറയുന്നത്. സ്വപ്നം 3 വിധമുണ്ട്. ഒന്ന്, അതിനായി ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ മനസ്സിലേക്ക് ഇട്ടുതരുന്ന കാര്യങ്ങൾ, അതിന് സ്വപ്നമെന്ന് പറയാം. മലക്കുകൾ ഇട്ട് നൽകുന്നതായതിനാൽ അത് നല്ല കാര്യങ്ങളായിരിക്കും, പുലരാനിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളായിരിക്കും ആ സ്വപ്നം. മലക്കുകൾ ലൗഹുൽ മഹ്ഫൂദിൽ നോക്കി യുക്തിപരമായി ചില കാര്യങ്ങൾ മനുഷ്യന് സ്വപ്നത്തിലൂടെ കൈമാറുന്നതാണ്. അത് ചിലപ്പോൾ ബിഷാറത്ത്, സുവിശേഷമായിരിക്കാം, അഥവാ സന്തോഷവാർത്തകളാകാം. അല്ലെങ്കിൽ നദാറത്ത്, താക്കീതുകളായിരിക്കാം. അല്ലെങ്കിൽ മുഅത്തബത്ത്, ആക്ഷേപമോ ശകാരമോ ഒക്കെ ആയിരിക്കാം. അതുമൂലം ആ വ്യക്തി തെറ്റിൽ നിന്ന് പിന്മാറുന്നതാണ്. രണ്ടാമതായി പിശാച് കാണിക്കുന്ന കാര്യങ്ങളാണ്. അതും സ്വപ്നമായി ദർശിക്കാൻ കഴിയും. പിശാച് കാണിക്കുന്നതായതിനാൽ, മനസ്സിലേക്ക് ഇട്ട് തരുന്നതായതിനാൽ അതൊക്കെയും വ്യാജങ്ങളായിരിക്കും, ബാത്തിലായിരിക്കും, അസത്യങ്ങളായിരിക്കും. മൂന്നാമത്തത് മനസ്സിനെ സ്വാധീനിച്ച കാര്യങ്ങൾ മനസ്സിൽ സ്വപ്നമായി കാണുന്നത്. അത് വലിയ സ്വാധീനമുണ്ടാക്കിയ കാര്യങ്ങൾ മനസ്സിലെപ്പോഴും ഇങ്ങനെ മിന്നിമറയുമല്ലോ, അതിനെപ്പറ്റി ആലോചിച്ചു കൊണ്ടേയിരിക്കുമല്ലോ. അത് മോശമായ കാര്യങ്ങളോ അല്ലെങ്കിൽ സംഭവിച്ച നല്ല കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അതിനെപ്പറ്റി മനസ്സിൽ വരുന്ന ചിത്രങ്ങൾ സ്വപ്നങ്ങളായി കാണുന്നതാണ്. ഇങ്ങനെ 3 തരത്തിലുള്ള സ്വപ്നങ്ങളെപ്പറ്റി കിതാബുകളിൽ കാണുന്നുണ്ട്.